അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. എനിക്ക് പറ്റില്ല, എനിക്കല്ല ഇവനും പറ്റില്ല. ഇവൻ നാണം കൊണ്ട് പറയാത്ത എന്റെ 12 മണിയാണ് സാർ. ഇവന്റെ അച്ഛനും 12 മണിയാണ്. സ്റ്റേറ്റ് CBSE നമുക്കൊന്ന് എന്താ പറയാ, നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റില്ല. 3G ആയിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. മാത്സ് ആണ് നമ്മൾ സഫർ ചെയ്യണം സത്യം പറഞ്ഞാൽ. വയ്യ. അപ്പൊ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സിസ്റ്റം, ടെക്സ്റ്റിന്റെ സിസ്റ്റം മാറ്റണം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇതാ 2 പേര് നമ്മുടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. എടാ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇപ്പോഴത്തെ ടെസ്റ്റ് മാറി. നമുക്ക് പറയാൻ നല്ല പാട്. ഇപ്പം സ്റ്റേറ്റ് CBSE നമുക്കൊന്ന് എന്താ പറയാ, നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ പാറ്റേൺ, നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും വർക്ക്ഔട്ട് ചെയ്യാൻ കഴിഞ്ഞ വർഷത്തെ. സത്യത്തിൽ നമ്മൾ 3G ആയിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇത് നിങ്ങൾ ആരോടെങ്കിലും പരാതിപ്പെട്ട? പരാതി വിട്ടിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ പഠിക്കാത്ത പ്രശ്നമാണ് അങ്ങനെയാണ് പറയണം. നമ്മൾ ബാക്ക് ബെഞ്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? ബാക്ക് ബെഞ്ചർ ആണോ? ഫുൾ A+ ആണോ നിങ്ങൾക്ക്? നമുക്ക് ഫുൾ A+. ഞാൻ കഴിഞ്ഞ വർഷം വരെ ഒരു 7 A+ ഉറപ്പിച്ചില്ല. D+ ആണോ? ഓക്കെ. എടാ അതല്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞു തോക്കുന്നാണോ? ചിലപ്പോ നമ്മള് എന്തായാലും തോക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ടെസ്റ്റ് മാറി നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ഇല്ല. 100-ൽ എത്ര ശതമാനം ചാൻസ് ഉണ്ട് തോക്കാൻ? 100-ലൊരു 83%. ഇനിയിപ്പോ എന്താണ് ഇതിന്റെ ഒരു പ്രതിവിധി? എന്താണ് പ്രതിവിധി? നമുക്ക് കുറച്ച് മാനിച്ചൊന്ന് ക്വസ്റ്റ്യൻ ഇടണത് എങ്ങനെയെന്നൊന്നും ഒരു മോഡൽ അല്ലെങ്കിൽ ഒന്ന് എളുപ്പമാക്കിയാൽ കൊള്ളായിരുന്നു. മാത്സ് ആണ് നമ്മൾ സഫർ ചെയ്യണം സത്യം പറഞ്ഞാൽ. വയ്യ. ഓക്കെ. അപ്പൊ എന്തായാലും ഇത് വിദ്യാഭ്യാസത്തിന്റെ ഉന്നതിയിലിരിക്കുന്ന ആരെങ്കിലും ഒക്കെ കേക്കട്ടെ. എടാ നിന്റെ പ്രശ്നം എന്താ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ നിനക്ക് ഈ ടെസ്റ്റ് ഓക്കെയാണോ? എനിക്ക് ഈ സിസ്റ്റം ഓക്കെയാണോ? സിസ്റ്റം ഓക്കെ അല്ലെങ്കിലും കുഴപ്പമില്ല. നീ ബാക്ക് ബെഞ്ചർ ആണോ? ഞാൻ ബാക്ക് ബെഞ്ചർ ആണ്. ഓക്കെ. എന്നാലും നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബ്രോക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. എനിക്ക് പറ്റില്ല, എനിക്കല്ല ഇവനും പറ്റില്ല. ഇവൻ നാണം കൊണ്ട് പറയാത്ത. സ്കൂളിൽ ഫുള്ള് ടെസ്റ്റ് ഒക്കെ എടുത്ത് എറിയാണ്. ആണോ? ഓക്കെ. എങ്ങനെയാണ് മറ്റേ നമ്മുടെ അധ്യാപകർക്ക് നിങ്ങളോടുള്ള സമീപനം എങ്ങനെയാണ്? സമീപനമൊക്കെ സ്നേഹം തന്നെ. അവര് തന്നെ പറഞ്ഞോണ്ട് നിങ്ങളാണ് സഫർ ചെയ്യാൻ പോണത്, പാടുവിടാൻ പോണത്. അവര് തന്നെ നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും പഠിച്ച് നമ്മുടെ സ്കൂളിന്റെ പേരൊന്നും പറയണ്ട. അപ്പൊ ഇതാണ് അവസ്ഥ. എന്തായാലും പിള്ളേരൊക്കെ സെറ്റ് ആവട്ടെ, എല്ലാം റെഡി ആവട്ടെ അല്ലടാ? ഓക്കെ ബ്രോ.